ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനോസ് ടോക്സ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു സ്കിൻ കെയർ പാക്കുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഒറ്റ യൂസിൽ തന്നെ, ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ഗുഡ് റിസൾട്ട് കിട്ടുന്ന നല്ല ഒരു സ്കിൻ കെയർ പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ എവിടെ അപ്ലൈ ചെയ്താലും നല്ല ഒരു ഗുഡ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ കയ്യിലോ കാലിലോ ഒരു കാലിൽ ടെസ്റ്റ് ചെയ്തിട്ട് മറ്റേ കാല് നോക്കിയാൽ മതി. ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത്രയും 100% റിസൾട്ടാണ് കേട്ടോ. നല്ല ഗുഡ് റിസൾട്ടാണിത് ഈ പാക്ക് കൊണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പുതിന ഇലയില്ലേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു കൈപ്പിടി നിറയെ പുതിന ഇല എടുക്കുക. പുതിന ഇല നമ്മൾ എന്ത് ചെയ്യണം, പാലിൽ ഒരു 3-4 മണിക്കൂർ പാലിൽ കുതിർത്താൻ വെക്കുക. കുതിർത്തി വെച്ചതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേവിച്ച് വെച്ച ചെറുപയറില്ലേ, വേവിച്ച് വെച്ച് തന്നെ വേണം. അതൊരു 2 ടേബിൾ സ്പൂൺ വേവിച്ച് വെച്ച ചെറുപയറും ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിൽക്ക് പൗഡറില്ലേ, മിൽക്ക് പൗഡറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ അരച്ച് വെച്ച ഈ പുതിന ഇലയുടെയും അതുപോലെ തന്നെ ചെറുപയറിൻ്റെയും ഈ മിക്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും, അതായത് പാൽപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും, അരിപ്പൊടി. നമുക്ക് റൈസ് പൗഡറിനേക്കാളും കൂടുതലായിട്ട് നമുക്കിതിൽ വേണ്ടത് മിൽക്ക് പൗഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ആഡ് ചെയ്ത് അത് നല്ല ഒരു ഇഫക്റ്റാണ് ഇതിന് കിട്ടുട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. നല്ല കട്ടിയായിട്ടാണ് പാക്ക് ഇരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ പാല് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഒരു പാക്ക് രൂപത്തിലാക്കി ഇത് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മുടെ കയ്യിലോ കാലിലോ മുഖത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 20 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, ഇതൊന്ന് ഉണങ്ങി വരുന്നത് വരെ 20 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാം. നല്ല ഒരു ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവും. നല്ല ഒരു ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിന് ലഭിക്കും. നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നിലുള്ള ടാനും എല്ലാം റിമൂവ് ആവും ചെയ്യും. നല്ല ഒരു ബെസ്റ്റ് റെമഡിയാണ്. നമ്മുടെ ടാൻ റിമൂവലിനൊക്കെ നല്ല ഒരു ബെസ്റ്റ് റെമഡിയാണ് ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം പുതിനയിലൊക്കെ, നമ്മുടെ പുതിനയിലയുടെ ഒക്കെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ പുതിനയിലൊക്കെ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഗുഡ് റിസൾട്ടാവും കേട്ടോ. 100% റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.